നമസ്കാരം. ഇന്ന് നമ്മുടെ 131ാമത്തെ എപ്പിസോഡാണ്. ഞാൻ സിനിമയെക്കുറിച്ച് പറയും, സൈക്കോളജിയെക്കുറിച്ച് പറയും, മയക്കുമരുന്നിനെക്കുറിച്ചൊക്കെ എപ്പിസോഡുകൾ. എനിക്ക് ഒരു ദിവസം ഒരു എപ്പിസോഡ് ചെയ്യണം, കാരണം അത് ഫേസ്ബുക്കിൻ്റെ വ്യവസ്ഥയാണത്. ഞാൻ പറഞ്ഞ ലേണിങ്സൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങി. ഞാൻ ഈ മയക്കുമരുന്നിനെക്കുറിച്ചാണ് ഇപ്പോഴും പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ മയക്കുമരുന്നിനെതിരെ പ്രതികരിച്ച് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന്? ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നവനാണ്. 32 കൊല്ലമായി ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാൻ ഒരുപാട് ലോകം കണ്ടിട്ടുണ്ട്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് 7 കൊല്ലവും, ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് 1 കൊല്ലവും, ഒരു PTA പ്രസിഡൻ്റായിട്ട് 2 കൊല്ലവും ഞാൻ ഇരുന്നവനാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ PTA പ്രസിഡൻ്റായിരുന്നു ഞാൻ. അങ്ങനെ ഇരുന്നവനാണ്. അപ്പം എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഈ മയക്കുമരുന്നിനെക്കുറിച്ച് പ്രതികരിക്കാൻ കാരണം, ഞാൻ ചെറുപ്പം മുതലേ ഞങ്ങളുടെ നാട്ടിൽ അന്ന് MDMA ഒന്നുമില്ല, ബ്രൗൺ ഷുഗറോ ഹെറോയിൻ ഏതാണ്ടൊക്കെയാണ്, എൻ്റെ കൂട്ടുകാരിൽ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ 90% പേരും കഞ്ചാവ് ഉപയോഗിക്കുമായിരുന്നു. അതിൽ ഞാൻ ഉപയോഗിക്കാത്ത ഞങ്ങൾ 3-4 പേരേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാവരും. എന്നിട്ട് അതിൻ്റെ പേരിൽ ആ കൂട്ടുകെട്ടൊന്നും ഞാൻ ഉപേക്ഷിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേര് ഉപയോഗിച്ചിട്ടുമില്ല. അപ്പം ആ ബാക്കിയുള്ള ഉപയോഗിക്കുന്നവരുടെ ലൈഫ് ഞാനിപ്പോൾ കാണുന്നുണ്ട്. അവരൊക്കെ എന്തിന് ജീവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഞാനിതൊക്കെ ഉപയോഗിക്കുമെന്ന്. കാരണം അവരുമായിട്ട് നിരന്തര കൂട്ടുകെട്ടുകൾ. പക്ഷേ എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടാലും എനിക്ക് വിഷയമൊന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ കൂട്ടുകാരെ കുറ്റം പറയും, അയ്യോ വീട്ടുകാർ പറയും അവൻ്റെ കൂടെ കൂടിയിട്ട, ഇവൻ്റെ കൂടെ കൂടിയിട്ട. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചീത്ത കൂട്ടുകെട്ടി പോയാലും നമുക്ക് നന്നായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ടിരിക്കാം. നമ്മൾ ചീത്തയാകണമെന്ന് വെച്ചാൽ ചീത്തയാകുള്ളൂ. ഞാൻ ഈ മയക്കുമരുന്നിൻ്റെ ആദ്യം പ്രതികരിച്ച് തുടങ്ങിയത് ഒരു 8 മാസം മുമ്പാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ 9 മാസം മുമ്പ് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അത് വരികയും ചെയ്തു. അതിലൊരു 2 പെൺകുഞ്ഞുങ്ങൾ ചാൻസ് ഒത്തിരി നാളായിട്ട് ചോദിക്കുന്നു. അതിലൊരു കുട്ടിയാണ് ചോദിച്ചത്. ഞങ്ങളുടെ നാട്ടിൽ തൊഴിലുള്ള ആ കുട്ടിക്ക് അന്ന് 16 വയസ്സായിരിക്കും. ഞാൻ പറഞ്ഞു, അങ്കിളെ എനിക്കൊരു ചാൻസ് എന്ന് പറഞ്ഞു. ആ കുട്ടിയെ കൊണ്ടുപോയി. ആ കുട്ടിയുടെ കൂടെ അന്ന് 14 വയസ്സ് ആ കുട്ടിക്ക്, 9 പഠിക്കുന്നു. ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു. സൗഹൃദമായിട്ട് വന്ന് വൈകുന്നേരം അഭിനയിച്ചതിൻ്റെ ചെറിയ ഒരു എമൗണ്ടും കൊടുത്ത് പോയി. പക്ഷേ ആ കുട്ടി 16 വയസ്സ് കാണും. അതൊന്നേരം +2 പഠിക്കുക. ഒരു ദിവസം വിളിച്ചു, അങ്കിളെ ഒന്ന് ചിലവ് ചെയ്യാമെന്ന് ചോദിച്ചു. നമ്മൾ എല്ലാവരും ചിലവ് ചെയ്യാൻ, എന്നാ ചിലവാണ് നിനക്ക് വേണ്ട, എന്നാ ബിരിയാണി വേണമെന്ന് ചോദിച്ചു. ഇത് എൻ്റെ പൈസ ഇരിപ്പുണ്ട് താനും. അങ്ങനെ വിളിച്ചിട്ടില്ല. അതിടയ്ക്ക് ഇങ്ങനെ വിളിക്കുക, അങ്കിളെ നമ്മുടെ വർക്ക് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ നേരം ചിലവ് ചെയ്യാലോടി എന്ന് പറഞ്ഞു. നമ്മൾ കഴിക്കുന്ന പപ്സ് പൊരിച്ചോളൂ. അല്ല അങ്കിളെ, ഞാനതുവരെ കേട്ടിട്ടില്ല. ഞാൻ പണ്ടൊക്കെ മദ്യപിക്കുമായിരുന്നു. പക്ഷേ ആ മദ്യം ഞാൻ കേട്ടിട്ടില്ല. അതുകൂട്ട് ഒരു ഫുള്ളുമായിട്ട് വരാമോ, ഞാനും ഇവളും ഒരിടത്ത് നിൽക്കും. ഞാൻ പറഞ്ഞു, എവിടെ നിൽക്കാം? അവിടെ ഗവൺമെൻറ് ഹൗസിൽ അപ്പുറത്ത് കുറേ ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെയൊന്നും ആരുമില്ല, അവിടെ വരാമോ എന്ന് ചോദിച്ചു. ഞാനൊന്നിങ്ങനെ വിട്ടുപോയി. ഈ പിള്ളേർ എന്നെ ഈ പിള്ളേർ ആ കൊച്ചാ പറയുന്നത്, എൻ്റെ കൂടെ അന്ന് വന്ന ആ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ അവിടെ വരുന്നത്? അങ്കിളെ, ഞങ്ങളിവിടെ കൂടുന്നതാണ് എന്നിട്ട് തന്നെ എന്തോ ഒരു സാധനം തിന്നുന്നത്, ഞാനൊന്നും കഴിച്ചിട്ടില്ല. എന്നാ എന്തോ ഒരു സാധനം 350 രൂപ, അതും മേടിച്ചോല്ലേ. എടി, ഞാൻ അവിടെ വെച്ച് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് മദ്യപിക്കാനോ? നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ ഞങ്ങളിവിടെ കമ്പനി കൂടുന്ന, ഞങ്ങളുടെ കയ്യിൽ മറ്റേ ഇതുണ്ട് സാധനം, എന്നാ സാധനം, വലിക്കാനുള്ളതുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചു, ഫോണിൽ കൂടെ ചോദിക്കുകയാണ്. ചോദിച്ചപ്പം അവരവിടെ മദ്യപിക്കുകയും ഈ നാട്ടിലെ ചില പയ്യന്മാർ അവർക്ക് ഡ്രഗ് കൊടുത്ത് അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ കുട്ടിയുടെ വായിൽ നിന്ന് എന്നെ വീണു. അത് ബാഹ്യമായിട്ട് എന്നോട് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ, അങ്കിള് വരാൻ എന്നോട് ആ കുട്ടി പറയണം. ഞാനൊരു അച്ഛനാണ്, എനിക്കൊരു മോനുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ചങ്കന്ന് നുറുങ്ങിയത് ഇപ്പം നുറുങ്ങിയ വേദന. എൻ്റെ മോള്, ഞാൻ ഡൈവേഴ്സാണെന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴാണ് വിവാഹം കഴിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടു തന്ന ഒരു പെൺകുട്ടി ഉണ്ട് എൻ്റെ കൂടെ ഇപ്പം. അത് ദൈവം കൊണ്ടു തന്ന
ഞാനൊന്നിനും വേണ്ടി ശ്രമിച്ചിട്ടില്ല, എല്ലാം ദൈവം തന്ന. ഞാൻ പോയവരെയൊന്നും ഞാൻ ദ്രോഹിച്ചിട്ടുമില്ല, ഞാൻ പാപം ചെയ്തിട്ടുമില്ല. ഞാൻ ഈ സമൂഹത്തിൽ ആരൊക്കെ എൻ്റെ ഫേസ്ബുക്കിൽ ആരും ഒന്നും ഇടാത്തത്, നെഗറ്റീവായിട്ടിടാത്ത ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് നടക്കാത്തൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മക്കളൊക്കെ കാനഡയിലും ദുബൈയിലും ഒക്കെ ആയിട്ട് കഴിയുള്ളൂ. ഞാൻ എൻ്റെ മകളെ, ഏറ്റവും ഇളയ മകളെയാണ് 5 കൊല്ലം മുമ്പ് അവളെ കാണുന്നത്. ഓർമ്മ വന്നു. 16ഉം 14 വയസ്സായിട്ട് കുട്ടികൾ ബാഹ്യമായിട്ടൊന്നും ജളം മദ്യം മേടിച്ച് കൊടുത്താൽ അവരുടെയും മയക്കുമരുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഓരോ ഡാഷ് മക്കൾ, ആൺകുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണ്. ആ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തകർന്നു പോയി. അതുപോലെ തന്നെ എറണാകുളത്ത് ഞാൻ വൈറ്റിലയിൽ ഇന്നടുത്ത് മയക്കുമരുന്ന് കിട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ വൈറ്റിലയിൽ ഇപ്പോഴും വൈറ്റില ഹബിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പുറകോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ, അതായത് മെർമേഡിലേക്ക് പോകുന്ന വഴിക്ക് സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടികൾ, 10ഉം 18ഉം വയസ്സുള്ള കുട്ടികളെ വിശ്വസിച്ചാണ് നമ്മുടെ ജില്ലയിൽ നിന്ന്, എല്ലാ ജില്ലയിൽ നിന്നും വിടും. ഇവിടുമാരൊക്കെ സിഗരറ്റ് വലിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തകർന്നു പോകും. ഒരു നാണവും മാനമില്ല. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നോർത്തോ സൗത്തോ അവിടെ പോലീസുകാർ വരുമ്പോൾ അവർ മാറ്റി വെക്കും. അങ്ങനെ അവരൊക്കെ ചവിട്ടി സിഗരറ്റ് കിടത്തുന്നത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സാധാ ബീഡിയാണ്, വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കില്ല. എനിക്കാരും വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ തടിയമ്പാട്, ഇടുക്കി, മഞ്ഞപ്പാറ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കഞ്ചാവ് ഗ്രൂപ്പുണ്ട്. വൈകുന്നേരം എൻ്റെ ബന്ധുക്കാരുണ്ട്. ഞാൻ പേര് പറയാറുള്ളത്, ഇവിടെ റൂബി എന്നും പറഞ്ഞ എൻ്റെ അമ്മാവൻ്റെ മോനെ, അന്യ മയക്കുമരുന്ന് ഉപയോഗമാണ്. അവിടെയൊക്കെ ഒരു ഗ്രൂപ്പ് കൂടി അവിടെ മയക്കുമരുന്ന്, ഇതൊക്കെ ഞാൻ പണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഈ കുമിളിയിൽ ഇപ്പം മയക്കുമരുന്ന് കിട്ടാനില്ല, കഞ്ചാവ് കിട്ടാനില്ല. ഞാനിതൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സുകൾ ഞാൻ അത്ര വ്യക്തമായിട്ട് ഉള്ള സോഴ്സുകളാണ്. അപ്പം ഇതൊക്കെ ഒരു അച്ഛനാകണം നിങ്ങളൊക്കെ. ഇവിടുത്തെ ഒരു പിതാക്കന്മാരും നിലവിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. എനിക്കറിയാം, ഒരു 35 വയസ്സുള്ള ആരും അങ്ങനെ നിലവിൽ വലിയ കഞ്ചാവൊന്നും വലിച്ച് നടക്കുന്നവരില്ല. ഇവിടെ ഇപ്പോൾ ഒരു MDMA കിട്ടിയാലും ഒരു കോപ്പും എനിക്കറിയാം എൻ്റെ പഞ്ചായത്തിൽ കിട്ടില്ല. അതിന് ഞാൻ നല്ല പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രാങ്കായിട്ട് പറയുന്നത്, എനിക്ക് ട്രിവാൻഡ്രത്ത് നല്ല ബന്ധമുണ്ട്. എനിക്ക് എക്സൈസുമായിട്ട് ഇവിടുത്തെ പലരെയും എനിക്ക് വിശ്വാസമില്ല. കാരണം അതിനെതിരെ ഈ ഇടയ്ക്ക് എന്നെ കൊല്ലാൻ വരികയും എൻ്റെ തലയിൽ കീറുകയും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ കൂടെ വരികയില്ല. കാരണം ഞാൻ SP ഓഫീസുമായിട്ടാണ് ബന്ധപ്പെട്ടത്. ഞാൻ ട്രിവാൻഡ്രത്ത് ആരെന്നും പറഞ്ഞില്ല, ഞാൻ ആ രീതിയിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ റഷ്യ സിംഗുമായിട്ട് സാറുമായിട്ട് പോയി ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്ത് അത് 67,000 പേര് കണ്ട എൻ്റെ ഫേസ്ബുക്കിലുണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ എനിക്ക് ബന്ധമുള്ളവനാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഈ ലോക്കലിൽ എന്നിട്ട് വന്നു വെച്ചാൽ ഇവിടുത്തെ ഗ്രേഡ് SI ഒരു സാധാരണ ഈ എന്നാ വെഹിക്കിളാണ് വഴിക്കൂടെ ഓടുന്ന ഒരു വണ്ടിയില്ലേ, ആ വണ്ടിയിൽ ആളെയാണ് അന്വേഷിച്ച് പിടിച്ച് അയാൾ വന്ന് തോളെ കയറ്റുകൊണ്ടിരിക്കുന്നത്, ഈ താഴത്തെ പ്രദീപിൻ്റെ തോളയുടെ. അയാൾ തന്നെ അവനോട് പറഞ്ഞേക്കുന്നത് അവൻ തിരുവനന്തപുരത്തിന് ബന്ധപ്പെട്ടെന്ന്. ഈ പോലീസുകാരൊക്കെ ഗ്രേഡ് SI, ഞാൻ പോലീസുകാരെ ബഹുമാനിക്കുന്ന പോലെ, പട്ടാളക്കാരെ ബഹുമാനിക്കുന്ന പോലെ നിങ്ങൾക്കറിയില്ല. ഇതൊക്കെ ഉള്ളിലുള്ളതാണ്. നിങ്ങളൊക്കെ ഉറങ്ങാതിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ സ്വസ്ഥമായിട്ടിരിക്കുന്നത് എനിക്കറിയാവുന്നവനാണ്. പോലീസിനെ ഒന്നും ഞാൻ കുറ്റം പറയില്ല. കാരണം നിങ്ങൾക്ക് ഉറങ്ങാതെ കിടക്കാം വീട്ടിൽ, അല്ലെങ്കിൽ എവിടെ പോയിരുന്ന് വെള്ളം അടിച്ച് വേണമെങ്കിലും വണ്ടിയിൽ കിടന്നാൽ രാത്രി ഇരിക്കാം. നിങ്ങൾ ഈ രാത്രിയിലും പകലും കഷ്ടപ്പെടുന്നതൊക്കെ എനിക്കറിയാം. കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ സ്വസ്ഥമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള, ആരും ഭയന്നിട്ടല്ല. നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങൾ ഹെൽമെറ്റ് വെക്കാത്തവരെ പിടിക്കുന്ന മരിച്ചു പോയിരിക്കുക, ഇവനൊക്കെ ചത്തുപോയിരിക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കി. പിന്നെ ആ മരണം, തലയിടിച്ചുള്ള മരണം എന്ത് കുറവുണ്ടെന്നറിയാം. ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ബഹുമാനിക്കുന്ന ആളുകളാണ് അവർ. നിങ്ങൾ ഈ സ്ട്രെയിൻ എടുക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ദേഷ്യ ക്രിമിനലുമായിട്ട് ഇടപെട്ടാണ്. അപ്പം നിങ്ങൾ ശരി കണ്ടാൽ, നിങ്ങളുടെ അവിടെ ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ എന്നോട് മാന്യമായിട്ട് സർക്കിൾ എൻ്റെ തോളെ തട്ടി SI വിട്ടതാണ്. ഈ ഗ്രേഡ് SIമാർ വന്നുവെച്ച് ഇവിടെ വന്ന് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അയാളുടെ മോൻ കഞ്ചാവ് കച്ചവടം ചെയ്തതിന് പിടിച്ചുകൊണ്ട് പോയതിനാണ് എന്നെ വെല്ലുവിളിച്ചത്. എനിക്കെതിരെ പിന്നെ ഈ ഒരു നായിൻ്റെ മക്കളെ ഞാനിങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ മയക്കുമരുന്ന് വിൽക്കാൻ സമ്മതിക്കില്ല. ഞാൻ അറിഞ്ഞാൽ പറയും. അതിന് എനിക്ക് നിങ്ങളുടെ ഒന്നും ഇവിടുത്തെ എക്സൈസിലെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയാം, അതായത് ഗ്രേഡ് കയറി വന്നാൽ ഇവിടെ അല്ല ജോലി ചെയ്യുന്നത്. അയാളെ ചേട്ടന്മാരിൽ നിന്ന് കഞ്ചാവ് വലിക്കുമ്പോൾ അവിടുന്ന് റെയ്ഡിന് വന്നപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്, ദേ വരുന്നുണ്ട്, ഞങ്ങൾ മാറ്റിക്കോ സാധനം ഉണ്ടെങ്കിന്ന്. എന്തൊരു ഇതാണ്! ഇവിടുത്തെ ഒരുത്തനെ ഞാൻ മയക്കുമരുന്ന് വിൽക്കാനും സമ്മതിക്കില്ല, ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനും സമ്മതിക്കില്ല. അതിൻ്റെ കാരണമുണ്ട്. ആ 16ഉം 14ഉം വയസ്സുള്ള ആ കുഞ്ഞുങ്ങളാണ് നാളെ പോലീസിലും മിലിറ്ററിയിലും ഭാവി പൗരന്മാരാകുന്നത്. അതിൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2ാം ശക്തി 1ാം ശക്തിയാകാൻ പോവുകയാണ് എല്ലാ തരത്തിലും. അതിനാണ് ഓരോരുത്തർ
ഇന്ത്യക്കെതിരെ പാര വെക്കുന്ന എല്ലാ രാജ്യങ്ങളും കൂടെ കൂടി. അപ്പോൾ ആ സമയത്ത് നരേന്ദ്രമോദി ജിയൊക്കെ ഇത്രയും പ്രയത്നിക്കുമ്പം ഇന്ത്യയെ തകർക്കാൻ ഈ മയക്കുമരുന്ന് പുതുതലമുറ ഇവരുടെയൊക്കെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ DNA-യിലാണ് കയറുന്നത്, തലച്ചോറിലാണ്. ഇവരെ എത്ര ജനറേഷൻ നശിപ്പിക്കാൻ പറ്റുമെന്നറിയാമോ? ഏറ്റവും ആരോഗ്യവാന്മാരും ബുദ്ധിമാന്മാരും ഉള്ളവരെയാണ് പട്ടാളത്തിലും പോലീസിലൊക്കെ എടുക്കുന്നത്. കേരളം, തമിഴ്നാട്, പഞ്ചാബികളൊക്കെയാണ് ഈ യുദ്ധത്തോട് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ള അന്യ രാജ്യത്തിന് പാകിസ്ഥാൻ്റെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാം പഞ്ചാബികളാണ്. അങ്ങനെയൊക്കെയാണ്. അല്ല നേപ്പാളിലൊക്കെ 350 കൊല്ലം അവരൊരു അധിനിവേശം അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്കൊന്നും അതൊന്നും അറിയില്ല. നമ്മളത്രയും അടിമകളായിരുന്നു. നമ്മുടെ സ്വത്ത് മൊത്തം അടിച്ചുകൊണ്ടായി. ഇപ്പോൾ ഇന്ത്യൻ നമ്പർ 1 ആകാൻ പോവുക. അപ്പോൾ ഈ ജനറേഷനെ തകർക്കാനാണ് ഇവന്മാരൊക്കെ ഇത് ചെയ്യുന്നത്. കോടിക്കണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കോടി മുടക്കി ഒരു ജനറേഷൻ നശിപ്പിച്ച് എത്ര ജനറേഷൻ പോകുന്നറിയാമോ? നല്ല ബ്രെയിനുള്ള ഒരു നമ്മുടെ ടെക്നോളജി, അത് പ്രതിരോധത്തിനൊക്കെ എത്ര വലിയ ടെക്നോളജി ഉള്ള ബുദ്ധിമാന്മാരാണെന്നറിയാം. ഇന്ത്യ തിരിച്ചു വിളിക്കുകയാണ് ബുദ്ധിമാന്മാരെ. നിങ്ങൾക്ക് എന്തും തരാമെന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തി. അത് ഇന്ത്യയെക്കുറിച്ച് ചിന്തിച്ച് അവരൊക്കെ വൻ ശമ്പളം ഇട്ടിട്ട് തിരിച്ചു വരാൻ പോവുകയാണ് അവർ ആ ഇന്ത്യക്ക് വേണ്ടി സേവിക്കണമെന്ന് പറഞ്ഞ്. ആ സമയത്താണ് ഈ ജനറേഷനെ നശിപ്പിക്കുന്നത്. ഞാൻ എന്നേതാ കൊണ്ട് എൻ്റെ കഴുത്ത് അറുത്താലും എൻ്റെ കഴുത്തൊന്നും വൃത്തിനും അറുക്കാൻ പറ്റില്ല. എൻ്റെ ചങ്കൂറ്റം കണ്ടിട്ടുണ്ടോ? ഞാൻ വലിയ ആരോഗ്യവാനൊന്നുമല്ല. എൻ്റെ കൂടെ 100 പട്ടാളക്കാരൊന്നുമില്ല. അതുണ്ടെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യാം. അത് ഒന്ന് സൂക്ഷിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ക്യാമറ, എൻ്റെ വാച്ച് സഹിതം എല്ലാ ബട്ടൺസിലും എല്ലാം ക്യാമറയുണ്ട്. ഞാൻ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എൻ്റെ മൊബൈലിലെല്ലാം ഞാൻ ചെയ്ത് ഇതുപോലെ ഞാൻ ഓരോരുത്തർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ശത്രുനിരയൊക്കെ. ഇനി അപ്പം ഒരു മരണമല്ലേ ഉള്ളൂ. ഞാൻ വെല്ലുവിളിച്ചത്, ഞാൻ സമ്മതിക്കില്ല ഇന്ത്യയിൽ. മാത്രമല്ല ഞാൻ രാഷ്ട്രീയമായിട്ട് പറയില്ല. ഈ പിണറായി സഖാവിൻ്റെ ഭരണം നല്ലതാണ്. അത് ഈ ലോക്കൽ ചില നേതാക്കന്മാരാണ് ഇത് കുളവാക്കുന്നത്. നമ്മളൊരു വീടിൻ്റെ ഒരു മാന്യത വെളിയിൽ അറിയുന്നത് ആ കുടുംബനാഥനെ വെച്ചാൽ, കുടുംബനാഥൻ ഇവിടുത്തെ വെച്ചാൽ, അല്ലാതെ തറവാടിൻ്റെ മഹത്വമല്ല. ഈ കുടുംബം, ഈ നാട്ടിലെ കുടുംബം ഒരു ഫാമിലി, ആ ഫാമിലി എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാണ്. അത് ഈ ലോക്കൽ നേതാക്കന്മാർ കാണിക്കുന്നതാണ്. നല്ല ഭരണമാണ്. നിങ്ങൾക്ക് ഒരു കാലത്ത് അത് കിട്ടാതെ വരുമ്പോൾ മനസ്സിലാവും ആ നേർന്നത്. ഞാനിപ്പം വിളിച്ചപ്പോൾ ഈ മയക്കുമരുന്നിന് തിരുവനന്തപുരത്ത് നിന്ന് എന്നെ തിരിച്ച് 10 പ്രാവശ്യം വിളിച്ചു. എന്തായി എന്ന് ചോദിച്ചു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ഇത്ര ബന്ധമെന്ന്. ഇങ്ങോട്ട് 10 പ്രാവശ്യം വിളിച്ചു. വനിതാ ഓഫീസർ സഹിതം എൻ്റെ അമ്മയോട് സംസാരിച്ചു. അത് SP ഓഫീസിൽ നിന്ന് വിളിച്ചു. അത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം ഞാൻ രാത്രിയിലാണ് വിളിക്കുന്നതെന്ന് ഓർക്കണം. ഇവിടുത്തെ ഗ്രേഡ് SI അവൻ്റെ തോളെ കൈയിട്ട് എന്നെ കൊല്ലാൻ അവന് തെറ്റായ റിപ്പോർട്ട് കൊടുത്ത് അവൻ മദ്യപാനാണ് കൊണ്ടുപോകാൻ പറ്റിയത്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അത് SIO സർക്കിളോ ഒന്നും അല്ല ചെയ്യുന്നത്. അവരൊക്കെ നല്ല വിദ്യാഭ്യാസത്തോട് കൂടിയ ഇവിടുത്തെ ഗ്രേഡല്ലേ. ഞാൻ എന്ത് വന്നാലും സമ്മതിക്കുകയില്ല. ചെയ്യാവുന്ന ചെയ്തോ. മരണമെന്നല്ലേ ഉള്ളൂ. ചെയ്തില്ലെങ്കിൽ അത് സൂക്ഷിച്ചോണം. അത് എനിക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ നിങ്ങൾ വീട്ടിൽ കിടക്കണ്ടേ. എനിക്ക് ഒന്നും നോട്ടമൊന്നുമില്ല. ഞാൻ ഒറ്റയാനായിട്ട് തന്നെ ജീവിച്ചോല. പിന്നെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയൊക്കെ എന്നെ മയക്കുമരുന്ന് ഇതിൽ നിന്ന് മാറ്റുക. ഈ കുമളി പഞ്ചായത്തിൽ എവിടെയെങ്കിലും മയക്കുമരുന്ന് ഞാനിനി എവിടെ കണ്ടാലും, ഞാനിപ്പം കരിമന്ത് അരിമ്പാടിൻ്റെ കാര്യം പറഞ്ഞു, അത് ഉള്ളതാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പയ്യനുണ്ട് 27 വയസ്സുള്ള. അവൻ ഉപയോഗിക്കുന്നതും അവനെ മിസ്യൂസ് ചെയ്യുന്നതും ഒക്കെ എനിക്കറിയാം. എറണാകുളത്ത് എനിക്കറിയാം. വൈറ്റയുടെ ഓപ്പോസിറ്റ് എത്ര കടകളിൽ, ഒരു കടയിൽ ഇപ്പോഴും മയക്കുമരുന്ന് കിട്ടും. ഞാനിപ്പോഴും പറയാം, വൈറ്റില മെർമൈഡിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇടത്ത് സൈഡിൽ ഒരു മുറുക്കൻ കടയുണ്ട്, 2 ചായക്കടയുണ്ട്. അതിൽ ചായക്കട മുറുക്കൻ കട ചേർന്ന കടയിൽ ഇപ്പോഴും മയക്കുമരുന്ന് വിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് എനിക്കിപ്പോഴും ഈ സർക്കാരിനെ വിശ്വാസമാണ്, എനിക്ക് എക്സൈസിനെ വിശ്വാസമാണ്, പോലീസിനെ വിശ്വാസമാണ്, എല്ലാം വിശ്വാസമാണ്. കാരണം എനിക്കറിയില്ല, കുമളി പഞ്ചായത്ത് കിട്ടില്ല. ഈ ഓണത്തിന് ഒന്നിച്ച് ഞാൻ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ചിന്നാൾ ഇരിക്കുകയാണ്. ഈ ഏരിയ, ഞാൻ താമസിക്കുന്ന ഏരിയയിൽ പിന്നെ വിപ്പിച്ചാലോ. എൻ്റെ മകനെ വരെ മിസ്യൂസ് ചെയ്തു. എൻ്റെ മകൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മര്യാദയ്ക്ക് ഇരിക്കുന്നു. അതൊക്കെ ഞാനെന്തിനാ ഇത് ചെയ്യുന്നത്? അത് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെയൊക്കെ ഒരച്ഛനാണ് ഞാൻ, ഒരു മനുഷ്യനാണ് ഞാൻ. മഹാനൊന്നുമല്ല, മനുഷ്യനായാൽ മതി ഇതിനോടൊക്കെ പ്രതികരിക്കാൻ. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും പറയാതിരിക്കാൻ പറ്റില്ല. നന്ദി, നമസ്കാരം.